പെരുമ്പാവൂർ വാഴക്കുളം മലയിടത്തുരുത്തിൽ പാരിയത്തകാവിൽ വീണ്ടും കുടിയൊഴിപ്പിക്കാൻ ശ്രമം. ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഇവിടെ നിൽക്കാണ് നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സ് ഇവിടെ കാത്തു നിൽക്കാണ് നീതി കിട്ടാൻ വേണ്ടി. അവരുടെ അനുവാദമില്ലാതെ അവർക്ക് നോട്ടീസ് കൊടുക്കാതെ എങ്ങനെയാണ്? സർവേ ആൻഡ് കംപ്ലീറ്റ്സ് ആക്ട് പ്രകാരം ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. ഇത് കോടതി ബഹുമാനപ്പെട്ട മുനിസിപ്പലിന്റെ ഉത്തരവുണ്ട്, ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. Without intimate to the neighboring property owners as per the direction of the Honorable Municipal, how can we complain this order? വിവരങ്ങളുമായി അനീഷ് ചെറുവള്ളി ചേരുന്നുണ്ട്. അനീഷ, ഇതിപ്പോൾ തുടരെയായി ഈ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നേരത്തെയും സംഘർഷ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഇവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് അവിടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്? ഗൗതം, നടക്കാവ് പാരിയത്തുകാവിൽ ഏതാണ്ട് 7ഓളം കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഈ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായ നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. അത്തരം സന്ദർഭങ്ങളെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രദേശവാസികളും പൊതുപ്രവർത്തകരടക്കമുള്ളവരും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. അതിനിടെയാണ് ഇന്ന് വീണ്ടും സർവേ നടപടികൾ അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി അഭിഭാഷക കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരിക്കുന്ന വലിയ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ഇന്ന് അവർ പ്രധാനമായും പറയുന്നത്, അഭിഭാഷക കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇന്ന് പ്രധാനമായും അവർ പറയുന്നത്, തങ്ങൾ ഇന്ന് സർവേ നടപടികൾ പൂർത്തീകരിക്കാതെ തങ്ങൾ ഇന്ന് മടങ്ങില്ലെന്നും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ പ്രതിഷേധക്കാരെ അടക്കം ഈ പറയുന്ന സ്ഥലത്തു നിന്ന് നീക്കി തങ്ങളുടെ ജോലിക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് അഭിഭാഷക കമ്മീഷൻ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത്. എന്നാൽ ഈ റവന്യൂ വകുപ്പിന് ഇക്കാര്യത്തിൽ പ്രധാനമായും പറയാനുള്ള, അവർ ചില പ്രദേശവാസികളെ പരാതികൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രദേശവാസികൾ റവന്യൂ അധികൃതർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ നടപടികളുടെ ഭാഗമായി ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഡെപ്യൂട്ടി കളക്ടറാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രതിഷേധം ഏതാണ്ട് കടക്കുകയാണ് ഗൗതം. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാരെത്തുന്നു. പ്രധാനമായും ഇന്ന് കുടിയൊഴിപ്പിക്കുന്നതിന്റെ പ്രദേശവാസിയായ ഒരാൾ ഡെപ്യൂട്ടി കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി കണക്കിലെടുക്കണമെന്നുമാണ് ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ അഭിഭാഷക കമ്മീഷനോട് പ്രധാനമായും പറയുന്നത്. നമുക്ക് അവരുടെ ഈ പ്രതിഷേധക്കാരുടെ പ്രതികരണത്തിലേക്കൂടെ നമുക്കൊന്ന് പോയി വരാൻ. എന്താണ് ഈ നടപടിക്കെതിരെ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? നടപടി നിർത്തിവെക്കണം. ഇന്ന് പോലീസിനെ ബലം പ്രയോഗിച്ച് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ആരെയും ബലം പ്രയോഗിക്കുന്നില്ല. പോലീസ് ബലം പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഓർഡർ ഉണ്ട്. ജനുവരി 15 എക്സിക്യൂഷൻ പെറ്റീഷന്മേൽ മുനിസിപ്പലിന്റെ ഓർഡർ ഉണ്ട്. ആ ഓർഡർ പ്രകാരം സർവേ നടത്തണമെങ്കിൽ നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സിന് നോട്ടീസ് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സ്ഥലത്ത് നടക്കുന്നത്. വലിയ രീതിയിൽ പോലീസ് പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രതിഷേധക്കാരുമായി സംസാരിക്കാനുള്ള, അവരുമായി ചർച്ച നടത്താനുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നിലവിൽ എന്തായാലും അവർ സംസാരിക്കുകയാണ്. നിലവിൽ ഈ അവർക്ക് പറയാനുള്ള, റവന്യൂ ഉദ്യോഗസ്ഥർക്കൂടെ പറയാനുള്ള കാര്യങ്ങൾ കൂടി പ്രതിഷേധക്കാരെ അറിയിക്കും. അതിനുശേഷം പ്രതിഷേധക്കാരുടെ നിലപാടുകൾ കൂടി കേൾക്കും. അതിനുശേഷമായിരിക്കും. കോടതി ഉത്തരവ് പ്രകാരം വന്നിട്ടുള്ള കമ്മീഷനെ തടയാനോ ബലം പ്രയോഗിക്കാനോ ഒന്നുമല്ല നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 15/1/2025